നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ കോർഡിനേഷൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ബോഡിയുടെ എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും അത് തന്നെയാണ് പഠിച്ചത്. നമ്മുടെ എല്ലാ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം, എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് നമ്മൾ പഠിച്ചത്. അതാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം. ഇനി നെർവസ് സിസ്റ്റത്തിനോട് കൂടി നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന വേറൊരു സിസ്റ്റമുണ്ട്. ദാറ്റ് ഈസ് കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതാണ് എൻഡോക്രൈൻ സിസ്റ്റം. ദാറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് ഹോർമോൺസ്, സർട്ടൺ ഹോർമോൺസ്, സെക്രീഷൻസ്, ഗ്ലാൻസ് ഒക്കെ നമ്മളത് കേട്ടിട്ടുള്ളതാണ്. ഗ്ലാൻസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് അവരുടെ സെക്രീഷൻസ് ആയ ഹോർമോൺസിനെ കൊണ്ട് എല്ലാ ഓർഗൻസിൻ്റെയും ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. How these functions are controlled and which are the major glands and what are their secretions, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ് മേജർ ഗ്ലാൻഡ്സ്, അവരുടെ സെക്രീഷൻസ് ഏതൊക്കെയാണ്, ഹോർമോൺസ് ഏതൊക്കെയാണ്, ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്, ഹോർമോണിൻ്റെ ടാർഗറ്റ് സൈറ്റ്സ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദെയർ സെക്രീഷൻസ്. Hormones are non-nutrient chemicals that act as intercellular messengers and are produced in trace amounts. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ പെടുന്നതല്ല. അതായത് നമുക്ക് ബോഡിക്ക് ഇപ്പോൾ എനർജി റിക്വയർ ചെയ്യും അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് അല്ല ഹോർമോൺസ് എന്ന് പറയുന്നത്. അത് വളരെ ട്രേസ് എമൗണ്ട്സിൽ, വളരെ നാനോഗ്രാം അത്രയൊക്കെ ആയിട്ടേ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അത് ആക്ട് ചെയ്യുന്നത് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ്. അതായത് ഓരോ സെല്ലിനും മെസ്സേജ് കൊടുക്കുന്നു, ആ സെല്ലിൻ്റെ നെക്സ്റ്റ് ആക്ടിവേഷൻ എന്താണ് ചെയ്യേണ്ടത്, ആ സെൽ എന്ത് ഫങ്ഷൻ പെർഫോം ചെയ്യണം എന്നുള്ള അതിൻ്റെ മെസ്സേജ് കൊടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്, കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ് ഹോർമോൺസ്. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ മേജർ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെയാണ്. അതിൻ്റെ പൊസിഷനും പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോതലാമസ് ബ്രെയിനിൽ, പിറ്റ്യൂട്ടറിയും ബ്രെയിനിൽ, പീനിയലും ബ്രെയിനിൽ. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മൾ തൊണ്ട എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് വരുന്നതാണ് തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ്. ദെൻ നെക്സ്റ്റ് ചെസ്റ്റ് റീജിയനിലേക്ക് വരുമ്പോഴാണ് തൈമസ് കാണുന്നത്. പിന്നെ കാണുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിലായിട്ടാണ് കാണുന്നത്. പിന്നെ കിഡ്നീസും ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളത് കണ്ടതാണ്. ദെൻ പാൻക്രിയാസും കണ്ടതാണ്. ഇറ്റ് ഈസ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. ഇറ്റ് ആക്ട്സ് ആസ് ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ദെൻ ഓവറി ആൻഡ് യൂട്രസും ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ടെസ്റ്റസ്. ഇത്രയുമാണ് നമ്മുടെ മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രീനൽ, പാൻക്രിയാസ് ആൻഡ് ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻസിനെയാണ് ഗൊണാഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരിട്ട് ഇനി ഫസ്റ്റ് ഗ്ലാൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൈപ്പോതലാമസ് കണ്ടോ? ഹൈപ്പോതലാമസിൻ്റെ ഹൈപ്പോതലാമസ് എവിടെയാണെന്നൊക്കെ നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഇതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ബ്രെയിനിലെ ഒരു സ്ട്രക്ചറാണ്. ന്യൂറോ സെക്രീറ്ററി സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ സെക്രീറ്ററി സെൽസ് ഉണ്ട്, ന്യൂറോ സെക്രീറ്ററി സെൽസ്. ദേ സെക്രീറ്റ് certain types of hormones. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. റിലീസിങ് ഹോർമോൺസ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, ദെൻ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. അപ്പോൾ ആ ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും പേരിൽ തന്നെയുണ്ട് വാട്ട് ദീസ് ഹോർമോൺസ് ആർ ഡൂയിങ്. റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡ്യൂസസ് ദ റിലീസ് ഓഫ് certain other hormones. Inhibiting hormones means that induces or that inhibits the formation of other hormones. And വേറെ അതർ രണ്ട് ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, അല്ലെങ്കിൽ ADH എന്ന് പറയുന്നത്. അപ്പോൾ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് സെക്രീറ്റ്സ് ദാറ്റ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെയാണ് ഈ റിലീസിങ് ഹോർമോൺ എന്താ പറയുക ഇൻഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ അത് സ്റ്റിമുലേറ്റ്സ് റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻസ് ഫ്രം ദ പിറ്റ്യൂട്ടറി.
പിറ്റ്യൂട്ടറിയിൽ നിന്ന് GnRH എന്ന് പറയുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ഈ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ആര് ചെയ്യുന്നത്? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ചെയ്യുന്നത്. അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. എക്സാമ്പിൾ സൊമാറ്റോസ്റ്റാറ്റിൻ. അതിൻ്റെ ഫങ്ഷൻ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. ഗ്രോത്ത് ഹോർമോണിൻ്റെ GH ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ തടയുന്ന ആളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ദെൻ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ദീസ് ആർ ട്രാൻസ്പോർട്ടഡ് ആക്സോണലി ആൻഡ് സ്റ്റോർഡ് ഇൻ ദ പിറ്റ്യൂട്ടറി. ഈ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ, ആ രണ്ട് ഹോർമോണും എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പിറ്റ്യൂട്ടറിയിലാണ് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഗ്ലാൻഡാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ബ്രെയിനിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. ഇറ്റ് സെക്രീറ്റ്സ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. ദർ ആർ മെയിൻലി 3 types of hormones: releasing hormone, inhibiting hormone, and then oxytocin and vasopressin. Releasing hormone means it stimulates the secretion of pituitary hormone. Stimulate ചെയ്യുന്നു. എക്സാമ്പിൾ GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അതായത് ഗൊണാഡോട്രോപ്പിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസാണ്. ദെൻ കംസ് ദ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ തടയുക. ഇറ്റ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. എക്സാമ്പിൾ സൊമാറ്റോസ്റ്റാറ്റിൻ. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. These are transported axonally and stored in pituitary. പിറ്റ്യൂട്ടറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. So this is all about hypothalamus. Then comes the next gland, that is pituitary. It is located in a bony cavity called sella turcica. സെല്ല ടേഴ്സിക്ക എന്ന് പറയുന്ന ഒരു ബോണി ക്യാവിറ്റിയിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഹൈപ്പോതലാമസ് കാണാം നമുക്ക്. അത് കഴിഞ്ഞ് സെല്ല ടൂർസിക്ക എന്ന് പറയുന്ന ഒരു ഇതാണ് സെല്ല ടൂർസിക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറാണ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഇതാണ് പിറ്റ്യൂട്ടറി. ഈ ക്യാവിറ്റിയാണ് സെല്ല ടൂർസിക്ക. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് അത് ഹൈപ്പോതലാമസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പിറ്റ്യൂട്ടറിയുടെ പാർട്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്, അങ്ങനെയാണ് പിറ്റ്യൂട്ടറിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അഡിനോ ഹൈപ്പോഫൈസിസ് മീൻസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അഡിനോ ഹൈപ്പോഫൈസിസ് മീൻസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. Then neurohypophysis means posterior pituitary. Okay, adenohypophysis, neurohypophysis കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ഈ ഭാഗം. ഇവിടെ വരുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. Anterior pituitary includes 2 parts named pars distalis and pars intermedia. Pars distalisum pars intermedium കൂടിയതാണ് anterior pituitary or adenohypophysis. Pars distalis and pars intermedia കാണുന്നുണ്ടല്ലോ അല്ലേ? Pars distalis and pars intermedia. This is pars distalis and this portion is pars intermedia. ഇവിടെയും കാണാം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇറ്റ് ഇൻക്ലൂഡ്സ് പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇൻ്റർമീഡിയ, ശരിക്കും പാർസ് ട്യൂബറാലിസ് എന്ന് പറഞ്ഞൊരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്. പിന്നീട് വരുന്നതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, കാണാം. അതിനെ പറയുന്ന പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇനി ആദ്യത്തെ പിറ്റ്യൂട്ടറിയിലെ അഡിനോ ഹൈപ്പോഫൈസിസിലെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ആദ്യത്തെ പാർട്ട്, അതാണ് പാർസ് ഡിസ്റ്റാലിസ്.
ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഫോളോയിങ് ഹോർമോൺ. ഏതൊക്കെ ഹോർമോണാണ് ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് ഹോർമോൺ ഈസ് സൊമാറ്റോട്രോപ്പിൻ ഓർ ഗ്രോത്ത് ഹോർമോൺ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. പിന്നീടുള്ളതാണ് പ്രൊലാക്റ്റിൻ. ദെൻ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, adrenocorticotropic hormone, follicle stimulating hormone, and finally luteinizing hormone. So the pars distalis produces different types of hormones, namely somatotropin or growth hormone GH, prolactin or PRL, thyroid stimulating hormone or TSH, then adrenocorticotropic hormone or ACTH, follicular stimulating hormone or FSH, finally luteinizing hormone or LH. അപ്പോൾ പാൾസ് ഡിസ്റ്റാലിസിന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പാൾസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇതൊക്കെ. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്ത്? ഗ്രോത്ത് ഹോർമോൺ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് നീഡഡ് ഫോർ ബോഡി ഗ്രോത്ത്. ഓവർ സെക്രീഷൻ ഓഫ് GH കോസ് ജൈജാൻറ്റിസം. കാണുന്നില്ലേ? GH ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്താൽ അത് ജൈജാൻറ്റിസം ആവും. സമയം GH വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്വാർഫിസം ഉണ്ടാവും. ഹൈപ്പോ സെക്രീഷൻ കോസസ് ഡ്വാർഫിസം, വൈൽ ഹൈപ്പർ സെക്രീഷൻ കോസസ് ജൈജാൻറ്റിസം. കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുള്ളന്മാരെ പോലത്തെ ആൾക്കാരാവും. മറ്റേതാണെങ്കിൽ വളരെ ആജാനുബാഹു എന്ന് പറയില്ല, വളരെ സൈസും ഹൈറ്റ് വെയിറ്റൊക്കെ ഉള്ള വലിയ ആൾക്കാർ. അതാണ് അവരുടെ കാലിൻ്റെ വലിപ്പം, കാൽപ്പത്തിയുടെ വലിപ്പം അതൊക്കെ വ്യത്യാസമാണ്, ഭയങ്കര വലുതായിരിക്കും. അതാണ് ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. ഓവർ സെക്രീഷൻ ഓഫ് GH ഇൻ അഡൾട്ട്സിനാണ് ഓവർ സെക്രീഷൻ വരുന്നതെങ്കിൽ, അപ്പോൾ സാധാരണഗതിയിൽ മിഡിൽ ഏജിൽ അപ്പോൾ വരുന്ന കണ്ടീഷനാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. അതായത് ഫേസൊക്കെ അങ്ങ് ഡിസ്ഫിഗർമെൻറ്റ് നടക്കും, ഫേഷ്യൽ ബോൺസൊക്കെ എന്താ നോർമൽ ഗ്രോത്ത് നടക്കും. ഇറ്റ് ലീഡ്സ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് പ്രിമച്വർ ഡെത്ത്. അപ്പോൾ ഈ അക്രോമെഗലി ക്യാൻ ഈവൻ ലീഡ് ടു പ്രിമച്വർ ഡെത്ത്. ഏർലി ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഇറ്റ് മേ ബി അൺഡിറ്റക്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല. അതാണ് ഈ ജൈജാൻറ്റിസം, അക്രോമെഗലിയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് പിടിച്ചു. അതിൻ്റെ സ്ട്രക്ചർ, അത് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പിറ്റ്യൂട്ടറിയുടെ സ്ട്രക്ചർ, അതായത് പിറ്റ്യൂട്ടറിക്ക് ഒരു ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തിരിക്കാം. Anterior pituitary is otherwise known as adenohypophysis and posterior pituitary is otherwise known as neurohypophysis. അഡിനോഹൈപ്പോഫൈസിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. പാൾസ് ഡിസ്റ്റാലിസ്, പാൾസ് ഇൻ്റർമീഡിയ ആൻഡ് പാൾസ് ട്യൂബറോസ. അങ്ങനെ പറയാം, പാൾസ് ട്യൂബറോസ. ഇനി ന്യൂറോഹൈപ്പോഫൈസിനെ വേറൊരു പേരിൽ പറയാം, പാൾസ് നെർവോസ എന്നും പറയാം കേട്ടോ, പാൾസ് നെർവോസ. ഇനി ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസിലേക്ക് ഒരു ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് വഴി, ഒരു തണ്ട് പോലത്തെ സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചർ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. Then the first part is pars distalis. It produces certain hormones, that is GH, prolactin, TSH, ACTH, FSH and LH. അതിൽ GHൻ്റെ ഫങ്ഷൻ ബോഡി ഗ്രോത്തിനാണ് സഹായിക്കുന്നത്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് ദ ബോഡി, ബട്ട് ഓവർ പ്രൊഡക്ഷൻ കോസസ് gigantism and hyposecretion causes dwarfism. While the overproduction is seen in the middle age, that is hypersecretion in case of adults, and this condition is known as acromegaly. അപ്പോൾ ഫേഷ്യൽ ബോൺസിൻ്റെയൊക്കെ ഗ്രോത്ത് ഭയങ്കര ഇംപ്രോപ്പർ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡയഗ്നോസ് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ്റെ ഫങ്ഷൻ, ലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക്, സംതിങ് റിലേറ്റഡ് ടു ലാക്ടേഷൻ. It regulates the growth of mammary glands and milk production. Milk production affect ചെയ്യുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. Then comes the TSH. It stimulates the secretion of thyroid hormones from the
തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോയിഡ് ഹോർമോൺസ് അതിൻ്റെ സെക്രീഷനെ സഹായിക്കുന്ന ആളാണ് TSH എന്ന് പറയുന്നത്. ദെൻ ACTH, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ ഫ്രം ദ അഡ്രീനൽ കോർട്ടക്സ്. അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് സ്റ്റിറോയിഡ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസാണ് ACTH. ദെൻ കംസ് ദ FSH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മൾ നെക്സ്റ്റ് ഇയറും പഠിക്കുന്നതാണ് FSH എന്ന് പറയുന്ന ഹോർമോണും അതിൻ്റെ ഫങ്ഷൻസും. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗൊണാഡൽ ആക്ടിവിറ്റി, ഗൊണാഡ്സിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്. അതുപോലെ മെയിൽസ്, ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻസ്. മെയിൽസിലാണെങ്കിൽ FSHും ആൻഡ്രോജനും കൂടി, ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണാണ്. FSHും ആൻഡ്രോജനും കൂടി സ്പേം ഫോർമേഷനെ റെഗുലേറ്റ് ചെയ്യും. ഫീമെയിലിലാണെങ്കിൽ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒവേറിയൻ ഫോളിക്കിൾ ഉണ്ടാവുമല്ലോ, ആ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് ഓവറിയുടെ ഉള്ളിൽ ഫോളിക്കിൾസ് ഉണ്ട്. ആ ഫോളിക്കിൾസ് വൺസ് ഇൻ എ മന്ത് റപ്ചർ ചെയ്യും. എന്നിട്ടാണത് റിലീസ് ഓവത്തിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഫീമെയിൽസിൽ FSH സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദിസ് ഫോളിക്കിൾ. ആൻഡ് ദ ലാസ്റ്റ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പാസ് ഡിസ്റ്റാലിസിസ് LH or luteinizing hormone. It also stimulates gonadal activity. അതും റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഹോർമോണാണ്. മെയിൽസിൽ ഇറ്റ്സ് സ്റ്റിമുലേറ്റ്സ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ സെക്രീഷനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഫീമെയിലാണെങ്കിൽ അത് ഓവുലേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ കോർപ്പസ് ലൂട്ടിയം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയിലെ മെച്യൂർ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് ഓവം റിലീസ് ചെയ്യപ്പെടും. ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റംനൻസ് അല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങൾ, ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ മെയിൻ്റനൻസിനും ആര് സഹായിക്കും? LH ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് പാർട്ടാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ പാസ് ഡിസ്റ്റാലിസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് GH ഗ്രോത്തിനെ സഹായിക്കുന്നു. എക്സസ് ആയിട്ടുണ്ടായാൽ ജാൻഡിസം. ഹൈപ്പോ സെക്രീഷൻ കോസസ് ഡ്വാർഫിസം. ഹൈപ്പർ സെക്രീഷൻ ഇൻ അഡൾട്ട്സ് കോസസ് acromegaly. Then other hormones are prolactin, which helps in the milk secretion, milk production. Then comes the TSH, it stimulates the secretion of thyroid hormones. Then ACTH, it stimulates the secretion of steroid hormones from the adrenal cortex. Adrenal cortex in the steroid hormone produce cheyanana ACTH induce cheynathu. Then FSH, it stimulates gonadal activity. മെയിൽസിലാണെങ്കിൽ സ്പെർമറ്റോജനസിസ്, ഫീമെയിലാണെങ്കിൽ ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റ്. സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സ്പേം ആണ്. സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗമേറ്റ്, ബീജം എന്ന് പറയില്ലേ, ആ ബീജം ഉണ്ടാവുന്ന പ്രോസസ്സ്, ഫോർമേഷൻ ഓഫ് സ്പേം, ദാറ്റ് പ്രോസസ് കോൾഡ് സ്പെർമറ്റോജനസിസ്. ദെൻ LH ഓൾസോ സ്റ്റിമുലേറ്റ്സ് ഗൊണാഡൽ ആക്ടിവിറ്റി. മെയിൽസിലാണെങ്കിൽ ആൻഡ്രോജൻ സെക്രീഷനെയൊക്കെ സഹായിക്കുന്നു. ഫീമെയിൽസിലാണെങ്കിൽ ഓവുലേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് കോർപ്പസ് ലൂട്ടിയം. ദെൻ കംസ് ദ പാസ് ഇൻ്റർമീഡിയ. പാസ് ഡിസ്റ്റാലിസിലെ ഹോർമോൺസ് കഴിഞ്ഞു. ദെൻ പാസ് ഇൻ്റർമീഡിയ. പാസ് ഇൻ്റർമീഡിയ എന്ന് പറയുമ്പോൾ പിന്നെ പാസ് ട്യൂബറാലിസ്, ഇതും കൂടിയാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി വരിക. Pars intermedia, in case of humans, it is almost merged with pars distalis. Pars distalis-ആയിട്ട് merge ചെയ്താണ് കാണപ്പെടുന്നത്. It produces melanocyte stimulating hormone or MSH. And this MSH act on melanocytes to regulate skin pigmentation. Skin pigmentation റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഹ്യൂമൻ ബീങ്സിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് merged with pars distalis. And the last part of pituitary is neurohypophysis. It stores oxytocin and vasopressin which are formed അല്ലെങ്കിൽ secreted by the hypothalamus. അപ്പോൾ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സെക്രീറ്റ് ചെയ്യുന്ന ആരെയൊക്കെ? ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും
താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പാസ് നെർവോസ ഓർ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻ കോൺട്രാക്ട് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽ കോൺട്രാക്ഷനാണ്, പെർട്ടിക്കുലർലി ഡ്യൂറിങ് ലേബർ. ഫീമെയിൽസിലാണെങ്കിൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത് ആൻഡ് മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. ഓക്സിറ്റോസിൻ ഫീമെയിലിൽ ചെയ്യുന്നത് ചൈൽഡ് ബർത്തിന്, ലേബർ, പ്രസവം, അതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ഷന് സഹായിക്കുന്നു. ഓൾസോ മാമറി ഗ്ലാൻഡ്സിൽ നിന്ന് മിൽക്ക് ഇജക്ഷനും സഹായിക്കും. അടുത്തൊരു ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, ADH എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ DCT ഓഫ് ദ കിഡ്നി ആൻഡ് thereby reduces diuresis. What is diuresis? Loss of water through urine. യൂറിനിൽ കൂടി വെള്ളം പോയിക്കൊണ്ടിരിക്കുക, വെള്ളം എക്സസ് ആയിട്ട് പോകാം. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ. ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ ദ DCT. DCTയിലെ റീഅബ്സോർപ്ഷൻ, സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ ചാപ്റ്ററിൽ. അപ്പോൾ ആ DCTയിൽ കൂടിയുള്ള വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് വാസോപ്രസിൻ. ഡെഫിഷ്യൻസി ഓഫ് ADH റിസൾട്ട്സ് ഇൻ ദ ഡിമിനിഷ്ഡ് ആക്ടിവിറ്റി ഓഫ് കിഡ്നി. അപ്പോൾ ADH കുറഞ്ഞാൽ അത് കിഡ്നിയുടെ ആക്ടിവിറ്റിയെ ബാധിക്കും. ടു കൺസേർവ് വാട്ടർ ആൻഡ് ലീഡിങ് ടു വാട്ടർ ലോസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ അങ്ങനെ വാട്ടർ ലോസ് നടക്കാം, ഡീഹൈഡ്രേഷൻ വരെ നടക്കാം. ദിസ് ഈസ് കോൾഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇതിനെയാണ് നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് മേജറായിട്ട് പഠിച്ചിരിക്കുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺസ് ഏതൊക്കെയാണ്? GH, പ്രൊലാക്റ്റിൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH, FSH, LH, ഇതൊക്കെയാണ് ഹോർമോൺസ്. അതിൻ്റെ ഫങ്ഷൻ എന്ത്, ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരെ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്, ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്ത്, ഓക്സിറ്റോസിൻ, അതുപോലെ പാസ് നെർവോസിലേക്ക് കിടക്കുമ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ട്. അതിനെ റിലീസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്ന ഹൈപ്പോതലാമസ് ആണെങ്കിലും സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. അതുപോലെ ADHൻ്റെ ഫങ്ഷൻ. ഇത്രയുമാണ് ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്.